വജ്രങ്ങളും വൈഡൂര്യങ്ങളും അളന്നുവെറ്റിരുന്ന തെരുവുകൾ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്ന്, റോമിനേക്കാൾ വലിയ പ്രതാപമെന്ന വിദേശ സഞ്ചാരികൾ എഴുതിവെച്ച ഒരിടം. ഇന്നു പക്ഷേ ആ പ്രതാപമെല്ലാം വെറും കരിങ്കൽ കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്നു. കല്ലുകൾ സംസാരിക്കുന്ന നഗരം എന്ന് നമ്മൾ വിളിക്കുന്ന ഹംപി. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. പതിനാലാം നൂറ്റാണ്ടിൽ ഹരിഹരനും ബുക്കനും ചേർന്ന് സ്ഥാപിച്ച സാമ്രാജ്യം കൃഷ്ണദേവരയ്യരുടെ കാലമായപ്പോഴേക്കും അത് ഭാരതത്തിൻ്റെ അഭിമാനമായി മാറി. അക്കാലത്ത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ നഗരമായിരുന്നു ഹംപി. ഇവിടുത്തെ ചന്തകളിൽ വജ്രങ്ങൾ കൂട്ടിയിട്ട് വിറ്റിരുന്നതായി വിദേശ സഞ്ചാരിയായ ഡൊമിംഗോ പയാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തുവിദ്യയുടെ അത്ഭുതമായിരുന്നു ഹംപി. സംഗീതം പൊഴിക്കുന്ന കൽത്തൂണുകളും കല്ലിൽ കൊത്തിയെടുത്ത രഥങ്ങളും ഇന്നും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തുംഗഭദ്ര നദിക്കരയിൽ തല ഉയർത്തി നിന്നിരുന്ന ഈ സാമ്രാജ്യം ദക്ഷിണേന്ത്യയുടെ കാവൽക്കാരനായിരുന്നു. എല്ലാം മനോഹരമായി മുന്നോട്ടു പോകുമ്പോഴാണ് 1565 ജനുവരി 23 ആ കറുത്ത ദിനം വന്നെത്തിയത്. തളിക്കോട്ട യുദ്ധം വിജയനഗരത്തിൻ്റെ വിധി മാറ്റിയെഴുതിയ നിമിഷം. അന്ന് വിജയനഗരം ഭരിച്ചിരുന്നത് രാമരയ്യരായിരുന്നു. ഡെക്കാൻ സുൽത്താനേറ്റുകൾ അഥവാ അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കണ്ഡെ, ബീദർ എന്നിവ ഒന്നിച്ച് വിജയനഗരത്തെ ആക്രമിച്ചു. തുടക്കത്തിൽ വിജയനഗര സൈന്യത്തിനായിരുന്നു മേൽക്കൈ. എന്നാൽ യുദ്ധക്കളത്തിൽ വെച്ച് അപ്രതീക്ഷിതമായ ഒരു ചതി സംഭവിച്ചു. സൈന്യത്തിലെ 2 പ്രധാന മുസ്ലിം കമാൻഡർമാരായ ഗിലാനി സഹോദരങ്ങൾ നിർണായക ഘട്ടത്തിൽ പക്ഷം മാറി. രാമരയ്യർ പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അതോടെ സൈന്യം ചിതറിയോടി. പിന്നീട് വിജയനഗരം കാവലില്ലാത്ത ഒരു നഗരമായി മാറി. യുദ്ധം ജയിച്ച ശത്രു സൈന്യം ഹംപിയിൽ പ്രവേശിപ്പിച്ചു. അടുത്ത 6 മാസം അവിടെ നടന്നത് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നശീകരണമായിരുന്നു. അവർക്ക് സ്വർണം മാത്രം പോരായിരുന്നു, ആ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കണമായിരുന്നു. ഓരോ ശില്പത്തിൻ്റെയും തലകൾ അവർ അറുത്തുമാറ്റി. വലിയ കെട്ടിടങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. കല്ലുകൾ കൊണ്ട് പണിത നഗരമായതുകൊണ്ട് മാത്രം അവശിഷ്ടങ്ങൾ ബാക്കിയായി. 6 മാസം കൊണ്ട് ആ മഹാനഗരം വെറും ചാരമായി മാറി. ജനങ്ങൾ ജീവനും കൊണ്ട് ഓടിപ്പോയി. പിന്നീട് ഒരിക്കലും ഹംപിയിൽ ഒരു വിളക്ക് പോലും തെളിഞ്ഞില്ല. ഇന്ന് ഹംപി ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പക്ഷെ അവിടെ കാലുകുത്തുന്ന ഓരോ സഞ്ചാരിക്കും അറിയാം താൻ നിൽക്കുന്നത് ഒരു മഹാനഗരത്തിൻ്റെ ശവപ്പറമ്പിലാണെന്ന്. നൂറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സംസ്കാരം വെറും 3 ദിവസം കൊണ്ട് എങ്ങനെ ഇല്ലാതാകാം എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഹംപി. ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തലമുറകളുടെ അധ്വാനം വേണം, പക്ഷേ അത് തകർക്കാൻ വെറും മണിക്കൂറുകൾ മതി. ഹംപി വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് അധികാരം ശാശ്വതമല്ലെന്ന് ചരിത്രത്തിൻ്റെ കടുപ്പമേറിയ താക്കീതാണ്. തകർക്കപ്പെട്ട ആ ശില്പങ്ങൾ ഇന്നും നമ്മോട് ചോദിക്കുന്നത് ഒന്നു മാത്രം: മനുഷ്യൻ്റെ വിനാശബുദ്ധിക്ക് മുന്നിൽ ഇനി എത്ര സംസ്കാരങ്ങൾ ഹോമിക്കപ്പെടും?